ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളോട് തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ നിങ്ങളൊരു സാംസങ് S24 അൾട്ര വാങ്ങിക്കണോ അതോ ഐഫോൺ 16 നോർമൽ സീരീസ് വാങ്ങിക്കണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുള്ള പ്രൈസ് ഭയങ്കര സെയിം ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇപ്പോൾ S24 അൾട്രേൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ S23 അൾട്ര നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ S23 സീരീസ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ കുറച്ച് പാടാണ്. വെച്ചാൽ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്റ്റോക്ക് എവിടെയാണുള്ളത് അത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ S24 അൾട്ര ആക്കിയത്. എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വലിയ സംഭവമായിട്ട് വരുന്നില്ല. പറയുമ്പോൾ SoC ഡിഫറൻസ് ആണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള പ്രാക്ടിക്കൽ ഡിഫറൻസ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ S23 അൾട്ര ഓർ S24 അൾട്ര വിസിസ് ഐഫോൺ 16 പറയാൻ കാരണം. ഐഫോൺ 16ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 75 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസ് വരിക. എന്ന് വെച്ചാൽ 128 GB വരുന്നുണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. 128 GB ഒരു കാര്യമില്ല. അപ്പോൾ S23 അൾട്ര ആയാലും S24 അൾട്ര ആയാലും നമുക്ക് മിനിമം ആയിട്ട് വരുന്ന 256 GB. അപ്പോൾ അതുകൊണ്ട് ഐഫോൺ 16 256 GB റേറ്റ് ആയിട്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. S24 അൾട്ര ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് 999, അതായത് 98,000 നമുക്ക് അവൈലബിൾ ആണ്. 97,000 നമുക്ക് S24 അൾട്രക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസ് നോക്കുമ്പോൾ ഒരു 10,000 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഐഫോൺ 16 256 GB ഒക്കെ ആയിട്ട് നമുക്ക് ഡിഫറൻസ് മെയിനായിട്ട് കാണിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുമ്പോൾ ഐഫോൺ 16ൻ്റെ 256 GB പ്രൈസ് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 85 ആ റേഞ്ചൊക്കെ. അപ്പോൾ ഒരു 15,000 ഒരു 10,000 ഒരു 10 to 15 റേഞ്ച് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ എന്നാലും പക്ഷേ നിങ്ങൾക്ക് S23 അൾട്രയ്ക്കാണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇതിനായിട്ടും കുറവായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ S23 അൾട്ര നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 75,000 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആമസോണിൽ ഇപ്പോൾ ഒരു കളർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറി വാങ്ങിക്കാൻ നോക്കണ്ട കേട്ടോ. നോക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ ആ സാധനം സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. S23 അൾട്ര എന്ന് വെച്ചാൽ അവർ പ്രൊഡക്ഷൻ നിർത്തി. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാണ്ട് മുമ്പ് എൻ്റെ പേര് അജയ്. ഞാൻ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ടെക്കിലും അതുപോലെ തന്നെ ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. ഞാനിപ്പോൾ ഫിനാൻഷ്യൽ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല, അതിന് മുമ്പ് നമ്മൾ ആർക്കിടെക്ചറിൽ സ്മാർട്ട് ഫോൺ സെക്ടറിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചുമ്മാ ഡയലോഗ് ഡെയിലി വ്ളോഗ് അടിക്കുന്ന പോലെ വന്ന ഡയലോഗ് അടിക്കുന്നതല്ല. നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്, എക്സ്പീരിയൻസുമാണ്, അതുപോലെ തന്നെ അതിൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഫുള്ള് പ്രാക്ടിക്കൽ റിവ്യൂസാണ് പറയാറ്. ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി സ്മാർട്ട് ഫോണിൻ്റെ കാര്യമൊക്കെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിസൺ പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ആർക്കിടെക്ചറും സംഭവമൊക്കെ അറിയണവർക്കും ആക്ച്വലി ഇതിൻ്റെ കമ്പാരിസൺ സംഭവമൊക്കെ പറയാം. രണ്ട് ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് പറയാം. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പറഞ്ഞ ഇൻ്റർനെറ്റിൽ ഫുൾ അറിയണം. എന്നാലും നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ സംഭവമൊക്കെ പറയാം. ഏത് ബെറ്ററാണ്. ഞാൻ നോർമലി എന്ത് ഗാഡ്ജറ്റ് എടുക്കുമ്പോഴും ഇപ്പോൾ പറയാറുള്ളതാണ് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ സംഭവം ഞാൻ സ്ഥിരം പറയാറുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ റിലേറ്റീവ്സ് ആയിട്ട് S24 എടുക്കണോ S25 എടുക്കണോ എന്ന് പറഞ്ഞപ്പോഴും അതിൽ ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാണ് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ S25 സാധനം ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 50,000 രൂപയ്ക്ക് നമുക്ക് സാധനം കയ്യിൽ കിട്ടുക. പകരം നമുക്ക് S24 നോർമൽ സീരീസ് ഒക്കെ 50,000 രൂപയ്ക്ക് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ S24 ആണ്. ബാറ്ററി ബാക്കപ്പ് ഒന്നും വലിയ ഡിഫറൻസ് ഒന്നും വന്നില്ല. ഒരു ബാറ്ററി ഒരു ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല. ആകെ നമുക്ക് നമ്മുടെ സ്നാപ്ഡ്രാഗണിൽ വന്നിങ്ങനെ 8 പ്രോസസ്സറിൻ്റെ പ്രോസസ്സിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി കൺസപ്ഷനിലും കുറവ് മാത്രമേ അതിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. അതും എനിക്ക് തോന്നുക 5 to 6 hours അങ്ങനെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം ഒക്കെ കിട്ടുന്നത്. നമുക്ക് S24ലും ഓൾമോസ്റ്റ് 5.5 ഒക്കെ നമുക്ക് കിട്ടും. ഞാൻ എൻ്റെ S24 ഒക്കെ അൺബോക്സിങ് ആൾക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ യൂസ് ചെയ്താൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില കുറേ ഉണ്ടല്ലോ എന്തെങ്കിലും വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അവർ കുറക്കാൻ വരാത്ത അതുകൊട്ടെ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിഷയമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളൊരു ഐഫോൺ 16 എടുക്കണോ അതോ അല്ലെങ്കിൽ S24 അൾട്ര S23 അൾട്ര എടുക്കണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രാക്ടിക്കൽ കമ്പാരിസൺ ആണ്. ഞാൻ ഈ രണ്ടെണ്ണം സാധനം ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രൈമറി സെക്കൻഡറിയും ഐഫോൺ സാംസങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സാംസങ് പ്രൈമറി ആക്കി. ഇത്രയും കാലം ഐഫോൺ ആയിരുന്നു, മതിയാക്കി ഐഫോൺ. ഞാനിപ്പോൾ എൻ്റെ പ്രൈമറി വാച്ചായിട്ട് ഉപയോഗിക്കുന്ന ഐഫോൺ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര 2 ആണ്. പക്ഷേ ഇതിപ്പോൾ രക്ഷയില്ല. എന്ന് വെച്ചാൽ സാംസങ് ആയിട്ട് ഇത് വർക്ക് ചെയ്യില്ല. പക്ഷേ എൻ്റെ സെക്കൻഡറി ഫോൺ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു ഐഫോൺ ഇല്ലെങ്കിൽ നിങ്ങളൊരു അതെ ഐഫോൺ ഇല്ലെങ്കിൽ അപ്പോൾ ഈ ആപ്പിൾ വാച്ച് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ S24 അൾട്ര അല്ലെങ്കിൽ S23 എടുക്കായിരിക്കും ബെറ്റർ. അൺലെസ് യു വാണ്ട് നമ്മുടെ iOS അല്ലെങ്കിൽ ആപ്പിൾ ഫോൺ വേണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് കിട്ടാൻ പോകുന്നത് S24 അൾട്ര അല്ലെങ്കിൽ S23 അൾട്ര ആയിരിക്കും. എന്തുകൊണ്ടും ബെറ്റർ ഐഫോൺ 16 ആയിട്ടും. സ്പെക്സ് ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡിഫറൻസുകളുണ്ട്. സ്പെക്സ് പോട്ടെ, പേപ്പറിലുള്ള സ്പെക്സ് ഒക്കെ പോട്ടെ. എന്ന് വെച്ചാൽ രണ്ടും ഫ്ലാഗ്ഷിപ്പ് ഫോണുള്ള വലിയ ഡിഫറൻസും കളയുമ്പോൾ നിങ്ങൾക്ക് ഗെയിമും കളിക്കാം, എല്ലാ സംഭവം ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫോണുകളാണ്. മെയിനായിട്ടൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൽ 60 Hz ഡിസ്പ്ലേ വരുന്നുള്ളൂ എന്ന് മാത്രം. പക്ഷേ എനിക്ക് ഇത് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഗെയിം കളിക്കുന്നവർക്കൊക്കെ തോന്നാം കേട്ടോ.
അല്ലാത്ത പക്ഷം വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ക്യാമറ ഒക്കെ എന്തുകൊണ്ടും S24 Ultra ആണ് സുപ്പീരിയർ നമ്മുടെ 16-നെക്കാട്ടൊക്കെ. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പറയുമ്പോൾ ഒരു 10,000 രൂപ 15,000 രൂപയൊക്കെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിലും S24ന്റെ ക്യാമറയൊക്കെ S24 Ultraന്റെ ക്യാമറയൊക്കെ ഭയങ്കര സുപ്പീരിയർ ആണ്. നമുക്ക് ഈ സാധനം ഉണ്ട്, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് യൂസ് ഉള്ളവർക്ക് ഈ സാധനം കിടിലൻ സാധനം തന്നെയാണ്. S25 Ultrയിൽ അവർ ഇതിൻ്റെ ബ്ലൂടൂത്ത് ഒക്കെ എടുത്ത് കളഞ്ഞു, അത് ഭയങ്കര ബോറായി പോയി. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഓഫീസ് യൂസിനും എല്ലാത്തിനും സംഭവം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നോട്ട്സ് എഴുതാനും സംഭവത്തിനൊക്കെ എൻ്റെ സാംസങ്ങിൻ്റെ ടാബ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലും നമുക്ക് ആക്ച്വലി S Pen ഉണ്ട്, നോർമൽ S Pen പെന്ന് പോലത്തെ വലിയ സാധനം റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നോട്ട്സും, അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ യൂസ് ഉള്ളവരോ ബിസിനസ് യൂസ് ഉള്ളവരും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ സാധനം ഭയങ്കര യൂസ് വരും കേട്ടോ. അത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ഫീച്ചർ. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ iPhone 16 അതിൻ്റെ ഏരിയയ്ക്ക് അടുക്കില്ല. അൺലെസ് യു ആണ് ഞാൻ നേരത്തെ പറഞ്ഞ iOS കേട്ടോ. പൊട്ടയാന്നല്ല നമ്മൾ പറയുന്നത് iOSൻ്റെ. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 18 എത്രയാണെന്ന് വന്നിട്ടുണ്ടായിരുന്നത് മറന്നല്ലോ. 18.1.3 അതൊന്നും ഒന്നുകൊണ്ട് വന്നേക്കണേ. അത് വന്നതിന് ശേഷം നമുക്ക് ഇതിലുണ്ടായിരുന്ന ബഗ്ഗും കാര്യങ്ങളും എല്ലാ വൃത്തിയായിട്ട സംഭവങ്ങളും 18.3.1 ആയിരുന്നു. അത് വന്നതിന് ശേഷം എന്താ കാണാത്ത ഇത് നമ്മളേ ഇത് വന്നതിന് ശേഷം നമ്മുടെ ബഗ് ഫിക്സും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ. ഉണ്ടായിരുന്ന ബഗ്ഗുകളും എന്താ പറയുക സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സംഭവമൊക്കെ സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആക്ച്വലി ഇപ്പോൾ ഞാൻ സാംസങ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇതെനിക്ക് ഇപ്പോൾ വലിയ പിടുത്തല്ല. ഞാനിപ്പോൾ യൂസേജ് എൻ്റെ പറയുമ്പോൾ എൻ്റെ ഓഫീസിൽ ഇതിലാണ്, എന്നാലും ഇതിപ്പോൾ യൂസേജ് ഭയങ്കര കുറവാണ്. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ആപ്പിൾ വാച്ചാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഫോൺ ഭയങ്കര കുറഞ്ഞു. പക്ഷേ നമുക്കൊരു ആപ്പിൾ കയ്യിൽ വേണമെന്നുള്ളത് കൊണ്ട് പോരാത്തിന് നമ്മൾ വീഡിയോ പർപ്പസ് ചെയ്യുന്നതുകൊണ്ട് iOS ഒരെണ്ണം വേണമെന്നുകൊണ്ട് വെച്ചിട്ടിരിക്കുന്നത് മാത്രമാണ്. ഞാൻ ആക്ച്വലി ഇത് കൊടുത്തിട്ട് വിവോ അല്ലെങ്കിൽ ഒരു ഫോൾഡോ അല്ലെങ്കിൽ ഒരു വിവോ 200 Pro എടുത്താലോ വിചാരിച്ചാണ്. പിന്നെ ചുമ്മാ അതിൻ്റെ കാശ് വരാന്ന് ഞാൻ ആക്ച്വലി നമ്മുടെ OnePlus ഓപ്പൺ ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്താൽ. OnePlus Open 2 വരുന്നുണ്ട്. അതും പ്രൈസ് നല്ലതാണെങ്കിൽ എടുത്താൽ. പക്ഷേ 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്തിട്ട് ഫോൺ എടുക്കാന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഇരുന്നിട്ട് പൊട്ടത്തല കാണിക്കാൻ പാടില്ലല്ലോ. ഞാൻ ക്യാൻസൽ ചെയ്താൽ പറയുമ്പോൾ എനിക്ക് ഗാഡ്ജറ്റ് കണ്ടൊക്കെ തലഗ്രാന്ത് വരും. എന്ന് വെച്ചാൽ ഇമ്പൾസീവ് ബൈയിങ് സംഭവമൊക്കെ ഉള്ളതാണ്, കുറച്ച് ഭ്രാന്ത് ഉള്ളതാണ് ഗാഡ്ജറ്റിൽ. നിങ്ങൾക്ക് അതിൻ്റെ ഇതിൽ മുകളിലൊക്കെ കണ്ടെന്ന് അറിയാം. നിറത്തെ കുറേ പേര് ഇത് കണ്ട കടയെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതുള്ളതാണ്. എന്നിട്ടും പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്ററാണ്. ഇപ്പോൾ നമ്മൾ ഓരോ സാധനം പ്രത്യേകം എടുത്തെടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ S24 Ultraയിലാണ് ബെറ്റർ. ബിൽഡ് ക്വാളിറ്റിയും ബെറ്ററാണ്. iPhone 16 ബെറ്ററാണ് S24ൻ്റെ. നോർമൽ നമ്മൾ പറയാൻ പോകുന്ന നോർമൽ iPhone 16ൻ്റെ കാര്യമാണ്. ഡിസ്പ്ലേ എന്തുകൊണ്ടും ബെറ്ററാണ്. ബാറ്ററി ബാക്കപ്പ് ഒരു ആവറേജ് എന്നാ പറയാനുള്ളൂ. iPhone 16ൻ്റെ കുറച്ച് ബെറ്ററാണ്, അത്രേ ഉള്ളൂ. വലിയ ഡിഫറൻസും പറയാൻ പറ്റില്ല. നമുക്ക് S24 Ultraയിൽ ബാറ്ററി ചാർജിങ് സ്പീഡ് 45 വാട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഈ 45 വാട്ടിൻ്റെ അഡാപ്റ്റർ എന്ന് പറയുന്ന സാധനം ഈ സാംസങ്ങിൻ്റെ തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കായിരിക്കും നല്ലത് കേട്ടോ. ഇതാണ് സാധനം. കുറച്ച് തടി കൂടുതലുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അവർ ഒരു 45 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന കേബിൾ കിട്ടും. ഒരു വലിയ കേബിളാണ്, ഒരു 2 മീറ്ററൊക്കെ ഉള്ള കേബിളാണ്. ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക നിങ്ങൾ. S24 Ultra S23 Ultra ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ കുറച്ച് സ്പീഡ് ബാക്കപ്പ് അല്ലെങ്കിൽ ചാർജിങ് സ്പീഡ് കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. നോർമൽ ബാക്കി ഏതെങ്കിലും അൺബ്രാൻഡ് അല്ല വേറെ തേർഡ് പാർട്ടി ഉപയോഗിക്കുമ്പോൾ അതിനായിട്ടും കൂടുതൽ ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് 3000 സംതിങ് വില വരുന്നുണ്ട്. പക്ഷെ എന്നാലും സാധനം വേർത്താണ് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി നമ്മൾ പറഞ്ഞു, സ്ക്രീനും നമ്മൾ പറഞ്ഞു. സ്ക്രീൻ എന്തുകൊണ്ടും കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതായിട്ട് S Pen എക്സ്ട്രാ ഫീച്ചർ വരുന്നുണ്ട്. ക്യാമറയും കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. ഫോട്ടോയിൽ എന്തുകൊണ്ടും ബെറ്ററാണ് S24 Ultra. വീഡിയോയിൽ ഐഫോൺ ബെറ്ററാണ്. പക്ഷേ S24 Ultra മോശമൊന്നും പറയില്ല. പ്രത്യേകിച്ച് ഐഫോൺ അടിച്ച് കയറുന്നത് അവരുടെ സ്റ്റെബിലൈസേഷനിലാണ്. അവിടെയാണ് വീഡിയോഗ്രാഫിയിൽ ആക്ച്വലി ഐഫോൺ അടിച്ച് കയറുന്നത്. എല്ലാ ഐഫോണും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത പക്ഷം S24 Ultra മോശമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം വരുമ്പോഴാണ് ഐഫോൺ അടിച്ച് കയറുക. പിന്നെ ഒരു കോൺ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ S24 Ultra ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ച് പാടാണ്. നല്ല സൈസാണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ ആദ്യമായിട്ട് ഈ സൈസൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നും. പിന്നെ ഇതിൻ്റെ ഫോം ഫാക്ടർ അതും നമ്മുടെ കംഫർട്ടബിലിറ്റി ഡിപ്പെൻസ് ആണ്. പിന്നെ പോർട്ടബിലിറ്റിയും കുറച്ച് ഇഷ്യൂ ആണ്, വലുതാണ്. അതൊക്കെയാണ് നമുക്കിതിൽ നെഗറ്റീവും പറയാനുള്ളത് പ്രാക്ടിക്കൽ യൂസേജ് ആയിട്ട് പറയുമ്പോൾ. അല്ലാത്ത പക്ഷം എന്തുകൊണ്ടും 99% റെക്കമെൻഡ് S24 Ultra വാങ്ങിക്കാനായിരിക്കും, അല്ലെങ്കിൽ S23 Ultra വാങ്ങിക്കാനായിരിക്കും ഇൻ കമ്പാരിസൺ ടു iPhone 16. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ iOS വേണമെന്നുള്ളവർക്ക് പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ല.
പിന്നെ ബഡ്ജറ്റ് കൺസേൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ എന്തായാലും നോർമൽ 16 15 ഒന്നും വാങ്ങിക്കാൻ പോകില്ല. അവർ സംഭവം പ്രോ മാക്സ് ഒക്കെ വാങ്ങിക്കുള്ളൂ. പിന്നെ അത് കുഴപ്പമില്ല, അവരുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ ആ പ്രൈസിൻ്റെ അടുത്ത് വരുന്ന സംഭവമാണ് നമ്മളിപ്പോൾ S25 അൾട്രയും അതുപോലെ തന്നെ iPhone 16 പ്രോയും കമ്പയർ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് രണ്ടും ഒരേ പ്രൈസ് റേഞ്ച് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് അവർക്ക് രണ്ടുപേർക്ക് അത് എന്തായാലും എടുക്കാൻ പോകുന്ന ആൾക്കാർ അത്യാവശ്യം അത്രയും കാശ് കയ്യിലുള്ള ആളായിരിക്കും. പിന്നെ അവർക്ക് അവരുടെ പ്രിഫറൻസ് അടിച്ച് അവർ എടുക്കുക. അവരിപ്പോൾ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഇത് ബെറ്ററാണെന്ന് നോക്കിയിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല. ഇത്രയും ഹൈ എൻഡ് സാധനം എടുക്കുമ്പോൾ അത് വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. എന്തായാലും സംശയം കാലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. ഭയങ്കര നീട്ടി വിളിച്ചൊന്നുണ്ട് വീഡിയോ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലും വേണം. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിച്ചാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്.